ഗോകുല് നെട്ടൂരുകാർ ആഘോഷം ആരംഭിച്ചു, ലതീഷ് ആഘോഷം ആരംഭിച്ചു. ലതീഷ് അവരുടെ ഒരു ഹീറോ ആയി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. വലിയ തിരക്ക് ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ലതീഷിന്റെ കടക്ക് മുൻപിലുണ്ട്. അതായത് രാവിലെ മുതൽ തന്നെ ഈ ടിക്കറ്റ് വിൽപ്പന നടക്കുന്നുണ്ട്. 11 മണിയോടുകൂടി ലതീഷ് ഇത്തവണ എടുത്ത എല്ലാ ടിക്കറ്റും വിറ്റ് തീർന്നു. അപ്പോഴൊന്നും ഒരു ഘട്ടത്തിൽ ഒരു പ്രതീക്ഷയില്ല ഈ ടിക്കറ്റ് ഇവിടെ ആയിരിക്കും അടിക്കുക എന്ന്. പക്ഷേ ഈ വിവരം പുറത്തു വരുന്നു. അവിടെ നിന്ന് നമ്മുടെ തൊട്ടടുത്ത ഏജൻസിയിൽ നിന്ന്, ഹോൾസെയിൽ ഏജൻസിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയത് അത് ലതീഷ് എടുത്ത ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത് അറിയുന്നത്. പിന്നാലെ ഇവിടെ ആളുകൾ ഓടിക്കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നെട്ടൂരിൽ തൊഴിലാളി, ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് കേന്ദ്രീകരിച്ച് താമസിക്കുന്ന സ്ഥലമാണ്. സ്വാഭാവികമായും ഈ കടയിൽ വന്ന് എടുക്കുന്ന ആളുകളുടെ അവരും തൊഴിലാളികളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഏതെങ്കിലും തൊഴിലാളിക്ക് അടിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. അപ്പോ അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ലതീഷ് നൽകുന്നത്. ലതീഷ് ആവർത്തിച്ച് പറയുന്നത് ഇത് മറ്റെങ്ങും പോകരുത്, ഇത് നെട്ടൂർ തന്നെ ആയിരിക്കണം, നെട്ടൂർ തന്നെ അടിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് ലതീഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. 30 വർഷമായി ഇവിടെ ഈ പ്രദേശത്ത് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് നെട്ടൂർ എന്ന് പറയുന്ന പ്രദേശവുമായി ഭയങ്കര വൈകാരികമായ അടുപ്പം ലതീഷിനുണ്ട്. ചേട്ടാ, ഇത് ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ, എന്താണ് ഒരു തോന്നല്? അറിയില്ല, ഒന്നും അറിയില്ല. ഇവിടെ തന്നെയാണെങ്കിൽ കൂടുതൽ സന്തോഷമാണ്. ആയിരിക്കണം, ആയിരിക്കാനാ സാധ്യത. ഇവിടെ നേരത്തെ വന്നൊരു ചേട്ടൻ സംസാരിച്ചത് പുള്ളിക്ക് പുള്ളിയുടെ 2 നമ്പർ ഇതേ സീരീസിൽ തന്നെ ഇവിടുത്തെ മാറിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇതിനടുത്തുള്ള ആർക്കൊക്കെയോ ആ നമ്പർ ആരുടെയൊക്കെ പക്കലുണ്ട്. അപ്പൊ ഈ പ്രദേശത്തുള്ള ആരെങ്കിലും ഒക്കെ ഉടൻ തന്നെ നമ്മൾ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ കഴിയുമ്പോഴോ ഈ ലോട്ടറി കടയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആളെ കണ്ടെത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള സ്ഥലമാണ് ഇവിടെ. ചേട്ടാ, ഇത് ഇവിടെ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് ഒരു നമ്പർ നമ്മുടെ കൂട്ടുകാരനെ പറഞ്ഞത് ഇവിടെ തന്നെയുള്ള ഒരാൾക്കായിരിക്കും, തൊഴിലാളികൾക്ക് ആർക്കെങ്കിലും ആയിരിക്കും. കാരണം കുറെ തൊഴിലാളികളുള്ള സ്ഥലം 24 എടുത്തണമെന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് നമ്പർ ഒരാളുടെ തൊഴിലാളികളായിരിക്കാൻ സാധ്യത കൂടുതലാണ്. തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് അടിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരും പങ്കുവെക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ലതീഷും പറയുന്നുണ്ട്. ആവേശത്തിലാണ്, സന്തോഷത്തിലാണ് നെട്ടൂര് ഉള്ളത്. ലതീഷ് വീണ്ടും പ്രതികരിക്കുകയാണ്. എന്നെ ബലിയാടാക്കിയ ആളാണ് ഞാൻ. ശരിക്കും ഒരു കോടി അടിച്ചില്ല, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടായിരുന്നല്ലോ. നാട് മുഴുവൻ പുള്ളിക്കടിച്ചൊന്നും ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കണ്ടാവും, നമ്മളെ നോക്കി തിരിക്കണ്ടാവും. തൊഴിലാളി ഇപ്പൊ നമുക്ക് അതിൽ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ. അവർക്ക് കിട്ടിയ അവരുടെ ഭാഗ്യം, അവര് വഴി നമുക്കൊരു ഭാഗ്യം വന്നു, അത്രയുള്ളൂ. എങ്ങനെയാന്നല്ല, എന്റെ അറിവ് ശരിയാണെങ്കിൽ 2.5 കോടി രൂപ കിട്ടുമെന്നാണ് എനിക്ക് പറഞ്ഞത്. 10% 2.5 കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞു. എത്ര കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്, അത്രയുള്ളൂ. തൊഴിലാളികൾക്ക് ആർക്കെങ്കിലും ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു തൊഴിലാളി അവർക്കാകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിൽ നിങ്ങളെ ജസ്റ്റ് ഇതിലെ കൂടി പാസ് ചെയ്യുമ്പോൾ കണ്ടാൽ മതി. അവരായിരിക്കും നമ്മുടെ കടയിൽ കൂടുതൽ കസ്റ്റമർ. അത്ര മലയാളികളാണ്. ഹിന്ദിക്കാര് വളരെ റയറായിട്ടേ ഉള്ളു. ഇവിടെ 30 കൊല്ലം ഞാൻ ഇവിടെ ഉള്ളത്. ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട് ഇതാണ് നമ്മുടെ മുതലാളി. ഇവിടെ 30 കൊല്ലമായിട്ട് നമ്മുടെ തലങ്ങും വിലങ്ങുള്ള ആളാണ്. ഇവരെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ നിക്കണത് തന്നെ, ഇവിടെ നിക്കണത് തന്നെ. നെട്ടൂര് തന്നെ ആയിരിക്കും അടി. ഇതിപ്പോ 1 കോടി അടിച്ചപ്പോ ഒന്ന് വലുതാക്കിയതാണ് ഈ തട്ട്. നമുക്ക് ഇരിക്കണ ഇപ്പം പോയാൽ ഇപ്പൊ തന്നെ 2.5 കോടി എന്നൊക്കെ പറഞ്ഞ എന്നെ എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യമാണ്. 2.5 കോടി കിട്ടിയ ഞാൻ ഒരു രാജാവിനെ പോലെ ഇപ്പൊ എനിക്ക് കണ്ണുനേരെ നിറഞ്ഞു പോകണം. പിന്നെയാണ് ഇനി 2.5 കോടി. അതിൽ കൂടെ ഈ 25 കോടി എനിക്ക് അടിച്ചാൽ ചിലപ്പോ എനിക്ക് ഭ്രാന്തായി പോകും. ഇത് നമ്മുടെ മെയിൻ ആളാണ്. ഇവരുടെ കടയിൽ വന്നിട്ടാണ് നമ്മുടെ ഐശ്വര്യം. വേറെ എവിടെയാണെങ്കിലും ഞാൻ തിക്കി പുറത്തു പോയി പോകും. ഇയാളുടെയാണ് ഈ ബിൽഡിംഗ്. വാടകക്കാരനായ 30 കൊല്ലം 30 കൊല്ലത്തിന് മേലെ 17 വയസ്സായപ്പോ വന്നാണ്. എനിക്ക് 50 വയസ്സ് കഴിഞ്ഞ്. വലിയ 1 കൊല്ലമായിട്ടുള്ള ഇത് തുടങ്ങിയിട്ട് ഒരു കൊല്ലത്തിനിടെ ഒരു കൊല്ലമായിട്ടുള്ള 2 ഫസ്റ്റ് വന്ന് അത് നമ്മുടെ ഞാൻ ആരാധിക്കുന്ന ഒരു ഭഗവാനുണ്ട്, ലക്ഷ്മിനാരായണൻ. പുള്ളിയുടെ അനുഗ്രഹമാണ് 100%. ഗോകുൽ, ഇനി ആ ഭാഗ്യശാലിക്കായുള്ള കാത്തിരിപ്പാണ്. ആരാണ് ആ 1ാം സ്ഥാനത്തിനുള്ള ടിക്കറ്റ് വാങ്ങിയത്? അതൊരു നെട്ടൂരുകാരൻ തന്നെയാണെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട് ലതീഷ്. അതിനി ആരാണെങ്കിലും ഈ കാണുന്ന ഷോപ്പിലേക്ക് വരുമെന്നാണ് ലതീഷിന്റെ പ്രതീക്ഷ. ലതീഷാണ് അയാൾക്ക് ആ ഭാഗ്യം കൊണ്ടുചെന്ന് കൊടുത്തത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ 30 വർഷമായി ഈ കാണുന്ന കടക്ക് മുമ്പിൽ ഒരു തട്ടിട്ട് കഴിഞ്ഞ 1 വർഷമായി ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട് അതിനു മുമ്പെല്ലാം ഇവിടെ മറ്റ് ബിസിനസ്സാണ് ലതീഷ് നടത്തിക്കൊണ്ടിരുന്നത്. 1 വർഷമായി പക്ഷേ സജീവമായി ലോട്ടറി വിൽപ്പനയാണ്. ആ ലോട്ടറി വിൽപ്പനയിൽ ഇന്നാണ്, അതിനു മുമ്പ് ഒരു 1 കോടി രൂപ ഭാഗ്യമായി എത്തിയിരുന്നു. പക്ഷേ അതിപ്പോൾ ആളെ കണ്ടെത്താനായിട്ടില്ല. എന്നാൽ അതിനെല്ലാം ശേഷമാണ് ഏറ്റവും വലിയൊരു ബമ്പർ രതീഷിനെ തേടി. തീർച്ചയായും വിഷ്ണു, ഏതായാലും ഈ സമ്മാനം, അതിന്റെ കമ്മീഷന്റെ തുക, കോടികളുടെ കണക്കൊക്കെ കേൾക്കുമ്പോഴും ലതീഷ് ഭയങ്കര സിമ്പിളാണ്. വളരെ സ്വാഭാവികമായ പ്രതികരണങ്ങളാണ് വരുന്നത്. 1ാം സമ്മാനം എനിക്കൊല്ലം അടിച്ചിരുന്ന ഭ്രാന്തായി പോയെന്ന് പറയുന്നു. ഏതായാലും
വലിയ മോഹങ്ങളൊന്നുമില്ല ലതീഷിന്, ഇതേപോലെ അങ്ങ് പോട്ടെ എന്നാണ് പറയുന്നത്. ഏതായാലും ആ ഭാഗ്യശാലിയെ തേടുകയാണ്. ആ ഭാഗ്യശാലി TH577825 ഈ നമ്പറുള്ള ടിക്കറ്റ് കൈവശമുള്ളത് ആർക്കാണ് എന്നതാണ് ഇനി ആകാംക്ഷ. ഒരുപക്ഷെ വെളിപ്പെടുത്തിയേക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.